ഈ പെരുന്നാൾക്ക് നമുക്ക് കപ്പ വെച്ചിട്ടായാലോ പുഡിങ്. ഈ കപ്പ പുഡിങ് എന്ന് പറഞ്ഞാലേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ കപ്പ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. അതുപോലെയാണ് ഈ ഒരു കപ്പ പുഡിങ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പ വെച്ചിട്ടുണ്ടാക്കുന്ന പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ബാക്കി ചേരുവകൾ പറഞ്ഞുതരാം. 1 ലിറ്റർ പാലിലേക്ക് നമുക്ക് ഏകദേശം ഒരു 10 ഗ്രാമോളം ചൈന ഗ്രാസ് വേണം കേട്ടോ. അത് നമ്മൾ ആദ്യം ഒന്ന് കുതിർത്തെടുക്കണം. ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ഇത് കുതിർത്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കപ്പയാണേ. ഇതിൽ എല്ലാ കപ്പയും നമുക്ക് വേണ്ട, ഒരു കഷ്ണം കപ്പ മാത്രം മതി കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്കുണ്ടാകുന്ന ആ നാരുണ്ടല്ലോ, അത് നമുക്ക് കളയണം കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ഞാനത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ ചീവി എടുക്കുക. ചീവി എടുത്തതിന് ശേഷം ഇതിൻ്റെ കട്ടൊന്ന് കളയാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ കട്ട് കളയാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പുഡിങ്ങിലേക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നേരിട്ട് ചേർത്ത് കൊടുത്താൽ കപ്പയിൽ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ടാവും. ആ വെള്ളം കൂടെ അതിൽ മിക്സ് ആയിട്ട് ഈ പുഡിങ് സെറ്റ് ആവാത്തൊരു പ്രശ്നം വരും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നല്ല പോലെ ചെയ്യണം. ഇനി വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ പിഴിഞ്ഞെടുത്തിട്ടില്ലെങ്കിലും കപ്പ വെറുതെ പിഴിഞ്ഞിട്ട് അതിൽ കട്ട് കളഞ്ഞ് എടുക്കണം കേട്ടോ. ഞാനിവിടെ 2 പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അത് 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രേറ്റ് ചെയ്ത ആ കപ്പ ഉണ്ടല്ലോ, അതിൽ ആ വെള്ളം കംപ്ലീറ്റ് നമ്മൾ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് പഞ്ചസാര നമുക്കൊരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ പാല് തിളപ്പിക്കാൻ വെക്കുന്ന അതേ സമയം തന്നെ അപ്പുറത്ത് ചൈന ഗ്രാസും ഒന്ന് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. കാരണം ഇത് രണ്ടും മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ചൂടിൽ അങ്ങ് മിക്സ് ചെയ്യണേ, അതല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അടുപ്പിൽ നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക, അതുപോലെ തന്നെ മറ്റേ അടുപ്പിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വെക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന ആ ഒരു കപ്പ ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് മാത്രമല്ല, മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും പുഡിങ്ങിന്. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസും ഇവിടെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ആ ഒരു പാലിലേക്ക് അങ്ങ് ഒഴിച്ച് മിക്സ് ചെയ്യാനുള്ളത്. ചൈന ഗ്രാസ് നമ്മൾ പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഒഴിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഭാഗം മിസ്സായി പോയിട്ടുണ്ട്, ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാലും ചൈന ഗ്രാസും ഒരേ ചൂടിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. അതായത് പാല് തണുത്തിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസ് ഒഴിക്കുക. അതുപോലെ തന്നെ ചൈന ഗ്രാസ് തണുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമല്ല കേട്ടോ. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പുഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അത് മാത്രമാണ് കേട്ടോ. നമുക്കിത് പുഡിങ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു സ്ക്വയർ ട്രേ ആണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരുപാട് ബബിൾസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്നിങ്ങനെ കോരി ഒഴിവാക്കുക കേട്ടോ. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് തണുത്ത് സെറ്റായി വരുള്ളേ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ പുഡിങ്ങിനെ ഒന്ന് മൊഞ്ചാക്കി എടുക്കണ്ടേ. സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാലും ഇതിനെ ഞാനൊന്ന് മൊഞ്ചാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ 1 ടേബിൾ സ്പൂണ് ബട്ടർ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് സേമിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലത്തെ ചെറിയ സേമിയ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നന്നായിരിക്കും, നല്ല ടേസ്റ്റാണ്. ഇതും കൂടെ കൂട്ടി കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സേമിയക്ക് ആ മധുരം കൂടെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലാതെ വെറുതെ വറുത്തിട്ടെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് വറുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കരുത് കേട്ടോ. കാരണം അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാരയും കൂടെ ഇട്ടതുകൊണ്ടേ അതിങ്ങനെ ഒട്ടി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പുഡിങ് റെഡി ആയതിന് ശേഷം മാത്രം നിങ്ങൾ അത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേ എൻ്റെ അലങ്കോലപ്പണി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ വറുത്തിട്ടിടുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതല്ല, നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, എങ്ങനെയൊക്കെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെന്ന്. ഇനി വേണ്ട, വെറുതെ നട്ട്സൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, അങ്ങോട്ട് കട്ട് ചെയ്യുക, കഴിക്കുക.
അല്ല അപ്പം എന്താ, ഇതുവരെ നിങ്ങളെ ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കപ്പയാണ് ഇതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് കപ്പ പുഡിങ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഇതങ്ങ് സേവ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.